ഇന്നത്തെ കുട്ടികൾ പലവിധ സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. മക്കളുടെ കഴിവോ അല്ലെങ്കിൽ താല്പര്യമോ നോക്കാതെ നിർബന്ധിത പഠന മേഖലകളിലേക്ക് പറഞ്ഞയക്കുകയാണ് നമ്മുടെ പിതാക്കന്മാർ. ഇത് അങ്ങോട്ട് നോക്ക്, അവരുടെ മക്കൾ IPS ആണ്, അല്ലെങ്കിൽ IAS ആണ്, അല്ലെങ്കിൽ അവർ ഡോക്ടറാണ്, അവർ എഞ്ചിനീയറാണ്, അപ്പോൾ നീയും അതിന് തന്നെ പോയാൽ മതി എന്നുള്ള വിധത്തിലാണ് കുഞ്ഞുങ്ങളെ പഠനത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നത്. അതിനുള്ള മത്സര പരീക്ഷകൾ, അധിക ട്യൂഷൻ, പ്രൊജക്റ്റ്, അതുപോലെ തന്നെ അസൈൻമെന്റ്, ഇതെല്ലാം കൂടി കുഞ്ഞുങ്ങൾ എന്തായി തീരുന്നറിയാമോ? ആൻസൈറ്റിയും അതുപോലെ ഡിപ്രഷനും മാത്രമല്ല ഉറക്കക്കുറവ് കൊണ്ട് ഇവർ വല്ലാതെ ഭാരപ്പെടുകയാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ സമ്മർദ്ദത്തിലാക്കരുത്, അഥവാ കോപിപ്പിക്കരുത്. കൊലോസ്യർ 3:21 വാക്യം. കുട്ടികൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഭാരം ഒറ്റയ്ക്ക് ചുമക്കരുതെന്നും വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. യേശുക്രിസ്തു നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് പത്രോസ് ലേഖനം 1 പത്രോസ് 5:7 വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെയാവുമ്പോൾ നമ്മുടെ ഡിപ്രഷനും അതുപോലെ ആൻസൈറ്റിയും എല്ലാം കർത്താവിൽ സമർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. ഈ ചാനൽ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക.